നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രാദേശികം. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ കിലയിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ തൈകൾ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിലയിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും വൃക്ഷത്തൈകൾ നട്ട് പരിപാടിയിൽ പങ്കെടുത്തു. ഒലോയ് പ്രോജക്റ്റിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസ് ദ്വിദിന ശില്പശാല കിലയിൽ നടന്നു. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിലെ ഒലോയ് കോർഡിനേറ്റർമാർ ശില്പശാലയിൽ പങ്കെടുത്തു. ഭരണഘടനയുടെ ആമുഖം ചൊല്ലി പ്രവൃത്തി ദിവസം തുടങ്ങുന്ന സർക്കാർ ഓഫീസ് മാതൃകയുമായി കൊല്ലം കില. ഉച്ചഭാഷണിയിലൂടെ ഭരണഘടനയുടെ ആമുഖം ദിവസവും പകൽ 10:10 ചൊല്ലി നൽകുന്ന രീതിക്കാണ് തുടക്കമായത്. പ്രിയാമ്പിൾ, സെക്യുലർ, ഫെഡറൽ എന്നിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശീലനങ്ങൾ നടത്തുന്ന ലെക്ചർ ഹാളുകൾക്കെല്ലാം ഭരണഘടന ആമുഖത്തിലെ വാക്കുകളാണ് പേരായി നൽകിയിട്ടുള്ളത്. അംബേദ്കർ ഹാൾ എന്നാണ് പ്രധാന ഹാളിന് പേര്. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CHRD ഡയറക്ടർ വി സുദേശൻ, CSED പ്രിൻസിപ്പൽ ബാബുരാജ്, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർമാരുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും സംബന്ധിച്ച 2ാം ഘട്ട പരിശീലനം തൃശൂർ കിലയിൽ നടന്നു. കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമൃത KPN പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനമെമ്പാടുമുള്ള കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർമാർ പരിശീലനത്തിൽ പങ്കെടുത്തു. പാലക്കാട്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകൾക്കായി സുസ്ഥിര വികസനത്തിൽ ആരോഗ്യഗ്രാമം ജില്ലാതല പരിശീലനം നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന പരിശീലനം കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിശീലനത്തിൽ പങ്കെടുത്തു. തൃശൂർ കിലയിൽ നടന്ന സമ്മർ ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സൗജന്യ ജേഴ്സി വിതരണം ചെയ്തു. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ വിതരണം ഉദ്ഘാടനം ചെയ്തു. ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ടീമാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. സൗജന്യ ഫുട്ബോൾ ക്യാമ്പാണ് സംഘടിപ്പിച്ചിരുന്നത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഹരിത കേരളം മിഷനിലൂടെ 1000 പച്ചത്തുരുത്തുകൾക്ക് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തരിശിട്ടിരിക്കുന്ന പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ പ്രദേശത്തിൻ്റെ സവിശേഷതകൾക്ക് ഇണങ്ങുന്ന തൈകൾ നട്ടുവളർത്തി ഒരുക്കുന്ന ചെറുവൃക്ഷക്കൂട്ടങ്ങളാണ് പച്ചത്തുരുത്ത്. അന്തരീക്ഷ താപനില നിയന്ത്രിക്കാനും പക്ഷികളും ഷഡ്പദങ്ങളും ഉൾപ്പെടെയുള്ള ജീവിവർഗങ്ങളുടെ ആവാസ വ്യവസ്ഥയായി മാറാനും ഇവയ്ക്ക് കഴിയും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലും സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക വനമാതൃകകൾ സൃഷ്ടിച്ച് സംരക്ഷിക്കും. 2050 സംസ്ഥാനം ലക്ഷ്യമിട്ടിട്ടുള്ള നെറ്റ് സീറോ കാർബൺ കേരളം എന്ന അവസ്ഥ കൈവരിക്കുന്നതിൽ പച്ചത്തുരുത്തുകൾക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ജില്ലയിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് വയനാടിൻ്റെ സംസ്കാരം, വനം, വന്യജീവി, ഗോത്ര പൈതൃകം ചിത്രങ്ങളിലൂടെ ആസ്വദിക്കാം. ലക്കിടി പ്രവേശന കവാടത്തോട് ചേർന്ന് നവീകരിച്ച ബോർഡുകളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് നിർവഹിച്ചു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വയനാട് ഇനീഷ്യേറ്റീവ് ഫോർ ഫ്യൂച്ചർ ഇമ്പാക്ട് ഭാഗമായി താജ് റിസോർട്ട് ആൻഡ് സ്പായുടെ CSR ഫണ്ട് വിനിയോഗിച്ചാണ് ബോർഡുകൾ നവീകരിച്ചത്. വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ പൂർത്തിയാക്കിയ ലക്കിടി പ്രവേശന കവാടത്തിലെ ബോർഡുകൾ സുഭാഷ് മോഹനാണ് ഡിസൈൻ ചെയ്തത്. പുൽപ്പള്ളി സ്വദേശി സുരേഷ് കൃഷ്ണനാണ് ചിത്രങ്ങൾ പൂർത്തീകരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകൾ തുറക്കുമ്പോൾ പരിസര ശുചിത്വം ഉറപ്പുവരുത്തണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല യോഗത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ശുചിത്വ പരിശോധനകൾ ഊർജിതപ്പെടുത്താൻ തീരുമാനിച്ചത്. സ്കൂളും പരിസരവും ശുചീകരിച്ചിട്ടുണ്ടെന്നും കിണർ ക്ലോറിനേഷന് വിധേയമാക്കിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ M ഗൗതമൻ അറിയിച്ചു. സ്കൂളിന് സമീപം വെള്ളക്കെട്ടുകളില്ല എന്നും ഉറപ്പുവരുത്തണം. ശൗചാലയങ്ങളുടെയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെയും കുറവുകളുണ്ടെങ്കിൽ ജില്ലാ ശുചിത്വ മിഷനെ അറിയിക്കുകയും വേണം. കേരളത്തിൻ്റെ ശുചിത്വ സേനയായ ഹരിതകർമ്മസേനയ്ക്ക് ഡോക്ടർ NM മുഹമ്മദ് അലി എൻഡോമെൻ പുരസ്കാരം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം KGMO ഏർപ്പെടുത്തിയതാണ് ബഹുമതി. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ ബഹുമതി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിൽ നിന്ന് സംസ്ഥാനത്തെ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങളെയും പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം ഒറ്റൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന ഏറ്റുവാങ്ങും. പരിസ്ഥിതി ദിനമായ ഇന്ന് കൊല്ലത്താണ് പുരസ്കാര വിതരണ ചടങ്ങ്. നിലവിൽ സംസ്ഥാനമൊട്ടാകെ 35,000-ഓളം കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. മലപ്പുറം ജില്ലയിലെ നെടുങ്കയം കോളനിയിൽ ബാലസൗഹൃദ അദാലത്ത് സംഘടിപ്പിച്ചു. ആദിവാസി കോളനികൾ ബാലസൗഹൃദങ്ങളാക്കി മാറ്റുന്നതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടപ്പാക്കുന്ന ബാലസൗഹൃദ ഭവനങ്ങൾ പദ്ധതിയുടെ ഭാഗമായാണ് നെടുങ്കയം ആദിവാസി കോളനിയിലെ കുട്ടികൾക്കായി
ബാലസൗഹൃദ അദാലത്ത് സംഘടിപ്പിച്ചത്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഇസാഫ് ഫൗണ്ടേഷന്റെ സഹായത്തോടെ നെടുങ്കയം കോളനിയിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പിൻ്റെ സമാപന ദിവസമായിരുന്നു അദാലത്ത്. കൊല്ലം ജില്ലയിൽ മഴക്കെടുതി ലഘൂകരിക്കാൻ നടപടികൾ സ്വീകരിക്കും ജില്ലാ കളക്ടർ. കാലവർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ല നേരിടാൻ സാധ്യതയുള്ള മഴക്കെടുതി ലഘൂകരിക്കാൻ സുശക്തമായ നടപടികളാണ് സ്വീകരിക്കുകയെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണ തോതിലാക്കും. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയും. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ വെള്ളക്കെട്ടിന് ഇടയാക്കുന്നില്ലെന്ന് ഉറപ്പാക്കും. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, റോഡുകൾ എന്നിവയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കും. ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവഗണിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നില്ലെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉറപ്പുവരുത്താൻ നിർദ്ദേശിച്ചു. കിഴക്കൻ വനമേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം. കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ ബീച്ചുകളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തും. എറണാകുളത്ത് സ്കൂളുകളിൽ സ്നേഹിതയുടെ പ്രത്യേക ക്യാമ്പയിൻ തുടക്കം. എറണാകുളം ജില്ലയിലെ 102 സ്കൂളുകളിൽ പ്രവേശനത്തോടനുബന്ധിച്ച് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രത്യേക ക്യാമ്പയിനും തുടക്കം. സ്നേഹിത ജെൻഡർ ക്ലബ് അറ്റ് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പരിപാടി. കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ, പെരുമാറ്റ പ്രശ്നങ്ങൾ, കൗമാരപ്രായക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനോടൊപ്പം ലിംഗസമത്വത്തിൻ്റെ ആശയം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതും ക്യാമ്പയിൻ്റെ ലക്ഷ്യമാണ്. എല്ലാ ക്ലാസ് മുറികളിലും സ്നേഹിതയുടെ ടോൾ ഫ്രീ നമ്പറും പ്രതിമാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള QR കോഡും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അടങ്ങുന്ന ടൈം ടേബിൾ കാർഡ് പതിപ്പിക്കൽ, എല്ലാ മാസവും 2-ാം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഓൺലൈനായി ജെൻഡർ ചലഞ്ച് മത്സരം എന്നിവ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തും. ഓരോ മാസവും ജില്ലാതലത്തിൽ വിജയിയെ കണ്ടെത്തുകയും സമ്മാനം നൽകുകയും ചെയ്യും. ഇതുകൂടാതെ കുട്ടികൾക്ക് കൗൺസിലിംഗ്, മോട്ടിവേഷൻ ക്ലാസുകൾ, ബോധവൽക്കരണ പരിപാടികൾ, വിവിധ പരിശീലനങ്ങൾ, ലഹരിവിരുദ്ധ ക്ലാസുകൾ എന്നിവയും ജെൻഡർ ക്ലബ്ബുകളുടെ ഭാഗമായി സംഘടിപ്പിക്കും. വയനാട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവ ദ്വീപ് ബാംബു റാഫ്റ്റിങ്ങിനൊരുങ്ങുന്നു. സംസ്ഥാനത്തെ മികച്ച റാഫ്റ്റിംഗ് കേന്ദ്രമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ബാംബു റാഫ്റ്റിങ്ങിനായി നിരവധി വിനോദസഞ്ചാരികൾ ജില്ലയിലെത്തുന്നതായി ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് പറഞ്ഞു. കുറുവ ദ്വീപിൽ കാട്ടാന ആക്രമണത്തിന് ശേഷം സഞ്ചാരികളെ താൽക്കാലികമായി പ്രവേശിപ്പിക്കുന്നില്ല. ദ്വീപിൽ റാഫ്റ്റിംഗ് സംവിധാനം വരുന്നതോടെ കൂടുതൽ സഞ്ചാരികളെത്തുമെന്നും ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇക്കോ ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിച്ച് അടുത്ത ടൂറിസം സീസണിൽ കയാക്കിംഗ്, കൂടുതൽ റാഫ്റ്റിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ കുറുവയിൽ ഒരുക്കുകയാണ് ലക്ഷ്യം. നിലവിൽ കുറുവ ദ്വീപ് അടച്ചതിനാൽ മാനന്തവാടി ഭാഗത്തേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത് കുറവാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് പാഠപുസ്തകങ്ങൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിക്കാനായതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് 350ഓളം കുടുംബശ്രീ വനിതകൾ. തുടർച്ചയായ 4-ാം വർഷമാണ് പാഠപുസ്തക വിതരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം ചേർന്ന് കുടുംബശ്രീ പ്രവർത്തിക്കുന്നതെന്നും അഭിമാനമേകുന്നു. മെയ് 30-ാം തീയതി പാഠപുസ്തക വിതരണം പൂർത്തിയായിരുന്നു. എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലുൾപ്പെടെ 13,000ഓളം വിദ്യാലയങ്ങളിലെ 45 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കുള്ള 2.97 കോടി പാഠപുസ്തകങ്ങളുടെ വിതരണത്തിനായി ജില്ലാതല ഹബ്ബുകളിലാണ് കുടുംബശ്രീ അംഗങ്ങൾ പ്രവർത്തനം നടത്തിയത്. കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റി KBPS പുസ്തകങ്ങൾ അച്ചടിച്ച് ഓരോ ജില്ലകളിലുമുള്ള ഹബ്ബുകളിൽ എത്തിച്ചിരുന്നു. നൽകുന്ന എണ്ണത്തിന് ആനുപാതികമായി പുസ്തകങ്ങൾ തരം തിരിച്ച് പാക്ക് ചെയ്യുന്ന ജോലികളാണ് കുടുംബശ്രീ അംഗങ്ങൾ നടത്തിയത്. തൃശൂർ ജില്ലയിലെ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ കേര മുരിയാട് പദ്ധതിയുടെ ഭാഗമായി കേര സെമിനാറും തെങ്ങിൻ തൈ വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ തെങ്ങ് കൃഷി പരിപാലന വിഷയത്തിലാണ് കേര സെമിനാർ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന കേര ശില്പശാലയിൽ കാർഷിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ PV ബെഞ്ചമിനാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത്. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. കിലയുടെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ കാണാം. Attapadi is a scenic tribal settlement in the Palakkad district of Kerala. Over the last few years, the number of kids clearing their 10th board exams in government-run schools have more than doubled. Among these kids, more than 220 have even started writing poetry and related literary work, a remarkable feat thanks to a project called Unnati.
spearheaded by the Kerala Institute of Local Administration, commonly referred to as KILA. This is just one among the bouquet of projects that KILA undertakes and executes for the state. KILA is a multi-pronged, multifaceted government institution. KILA's mandate is to facilitate and accelerate the socio-economic development of the state through strengthening of the local governments. This is achieved through capacity development, which includes training for all stakeholders, hand-holding, resource support, research, policy advice, action research and support through publications and other means. Established in 1990, an ISO certified institute which has 6 sprawling campuses spread across the state with a residential capacity for over 1,000 people at a time. These campuses, apart from headquarters in Thrissur, are Center for Human Resource Development, Kottarakara, Center for Tribal Development and Natural Resources Management, Attapadi, Center for Organic Farming and Waste Management, Taliparamba, Kannur, Center for Good Governance, Manduthi, Center for Socio-Economic Development, Kottarakara. To support the residential trainees and scholars, KILA has a reference library with state-of-the-art digital resources on all aspects of decentralization, local governance, grassroots planning, and development. A well-documented EMS museum showcasing Kerala's history of democratic decentralization and People's Plan campaign. Mahatma Gandhi Grama Swaraj Art Gallery. Swaraj Auditorium with all modern facilities. Canteen run exclusively by Kudumbashree members, the neighborhood groups of women. To increase its reach and efficiency, it also adopts decentralized training system at regional and district levels through their district-level partner institutions. It also has virtual classrooms in 28 locations as well as online training platforms and e-courses. The various thematic centers at KILA include Urban Governance, Child Resources Center, South Asia School for Local Governance, Subaltern Studies, Center for SDGs and Local Governance, Gender School for Local Governments, Climate Change, Biodiversity and Environment and Local Governments, Innovation and Incubation Hub, Legal Resource Center, Geoinformatics in Rural Development. It also runs a postgraduate college in Kannur, the Institute of Public Policy and Leadership IPPL. KILA upskills more than 350,000 people every year, mainly targeting elected representatives and officials of various local self-governments, other departments, and the general public. KILA has a well-oiled training administration mechanism with a state-of-the-art training planning monitoring system, the TPMS. It has a pool of over 2,500 resource persons and in-house faculty members, numbering 60 across the 6 campuses. Some of the key areas in which the KILA offer training include software management skills, hardware management, library management, development communication for the grassroots, documentation, moderation techniques, horizontal learning, Panchayat to Panchayat P2P, certification programs, and other soft skills. It functions all 365 days of a year. During
During the devastating floods of 2018 and the COVID-19 pandemic, Killa played an extremely important role. It collaborated with the State Disaster Management Authority and trained personnel on how to effectively deal with and mitigate such situations. Killa also dedicated to the upliftment of the differently abled in the state by actively supporting pain and palliative caregivers, Kudumbashree workers, and Haritha Karma Sena. Killa was also instrumental in Kozhikode recently acquiring the City of Literature tag and Thrissur the Learning City. Killa is also supporting Thiruvananthapuram as City of Peace, Kochi as City of Design, Kannur as City of Arts and Crafts, and Kollam as City of Biodiversity. Designed along the lines of UNESCO Creative Cities Network, the aim is to create unique pathways for each city by tapping into its cultural capital and translating those into social, economic, and spatial benefits. Killa also understands the importance of documenting its activities and its progress in various sectors. For this, it runs a YouTube channel, Tadeshakam, which is managed by highly skilled social animators who have been trained in-house. Killa slowly but steadily is looking to increase its influence in areas like gender-friendly, child-friendly, differently abled-friendly, and aged-friendly local governance. ISO certification of local governance, where it has already supported all the Gram Panchayats and Block Panchayats to become ISO certified. Killa is also recognized by the Ministry of Panchayati Raj to be the nodal support institution for ISO certification of panchayats in other Indian states. It is also a mentor institution for localizing sustainable development goals, the SDGs. Killa is also active in developing capacities for e-governance and new avenues in urban governance, local disaster management plan, disaster and climate action tracking tool, risk-informed master plan, one local government, one idea, extreme poverty identification and microplans, innovation and incubation, integrated waste management, watershed-based planning, digital literacy, constitution literacy. Some of Killa's current and active planning engagement include special strategies for localizing SDGs, local indicator framework, climate resilient, regional plans, developing thematic cluster of wellness economies and climate smart economies across various districts in the state. Killa is also identified by the state government to be the Secretariat of the Urban Commission and to provide academic support to develop the urban policy of the state. Apart from numerous government departments, various national and international university and even UN agencies are now coming forward to collaborate with Killa, further underlying the importance of such an institution for the social, political and cultural fabric of our democracy. Going forward, Killa aims to better its physical infrastructure at each of its campuses and provide support systems for its centralized and decentralized training programs. Work has also begun on setting up an international center for public policy and leadership at its Taliparamba campus to further serve the youth in frontiers of democratic governance. As the state moves towards building a new Kerala, Nava Kerala, and the world moving towards achieving SDGs and addressing climate change and disaster risks, Killa is strengthening itself to facilitate and capacitate the local governments in playing vital roles in these development and governance processes.
കില അട്ടപ്പാടി ക്യാമ്പസിൽ നടക്കുന്ന ഉന്നതി പദ്ധതിയെക്കുറിച്ച് കൂടുതലറിയാം. In pursuit of excellence in education, the Kerala Institute of Local Administration introduces Unnati, a transformative project designed to elevate the quality of education for students. Launched at Kila's Agali campus in Palakkad district, Unnati aims to propel students to greater heights. Geared towards students in classes 7th, 8th, 9th and 10th, Unnati is a comprehensive program meticulously crafted by Kila to guide selected students through their learning journey. Kila has prepared a module to ensure the learning progress of the selected students. Kila develops the students' basic language skills such as writing, reading and comprehension using the prepared training module. Unnati goes beyond conventional textbooks, offering courses on Saturdays and Sundays. The program's core objective is to break barriers, specifically encouraging students from scheduled castes to pursue education and gain access to higher learning, ultimately leading to an improved quality of life for all. Selecting students for the academic year 2023 to 24 was no easy feat. Kila devised a unique screening test tool developed in collaboration with skilled mentors. The screening test took place in Government Tribal High School Pudur, Government Tribal High School Sholayur and Government High School Agali, ensuring the selection of deserving candidates. With the inauguration of the Unnati training program, the first class commenced on July 23, 2023. Classes for students from Government Tribal High School Pudur and Government High School Agali are conducted at Kila's Agali Regional Centre, while classes for Government Tribal High School Sholayur students are held at the Sholayur School. To ensure effective learning experiences, 20 mentors were carefully selected through interviews. Kila provided them with extensive training and guidance to handle the learning classes, setting the stage for a successful Unnati program. As we witness the unfolding chapters of the Unnati program, it is evident that Kila's commitment to education is making a meaningful impact. Through targeted initiatives and comprehensive programs, Kila is empowering students to embrace a future filled with opportunities and success. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് കോട്ടയം ജില്ലയിലെ തലയാഴം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ്. തലയാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തി വന്നിട്ടുള്ളത്? നമസ്കാരം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് തലയാഴം ഗ്രാമപഞ്ചായത്തിൽ 21 കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ കാലങ്ങളായിട്ട്, ഞാൻ പ്രസിഡൻ്റായിട്ട് വരുന്നതിന് മുൻപ് മുതലേ ഇത് അംഗീകരിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഭക്ഷ്യക്കിറ്റ്, അവർക്ക് വേണ്ട ആരോഗ്യപരമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളും എല്ലാം ഏർപ്പാട് ചെയ്തിട്ട് വീടുകളിൽ കൊണ്ടുപോയി സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. എത്ര കുടുംബങ്ങളുണ്ടായിരുന്നു? 21 വീട് ഇപ്പോൾ നിലവിലുണ്ട്. എല്ലാം ഉണ്ട്. റേഷൻ അവർക്ക്
ഫ്രീ ആയിട്ട് കിട്ടേണ്ട അരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നത് അരി മുൻപ് 35 കിലോ 25 കിലോ ഒരാളുള്ളിടത്ത് കിട്ടിക്കൊണ്ടിരുന്നതിനെ ഇപ്പം ചുരുക്കിയിട്ട് അവർ മസ്റ്ററിങ് ചെയ്തപ്പോൾ അവരുടെ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ അതിനുള്ള രീതിയിലേക്ക് അവർ 10 കിലോ അന്നൊരു ക്രമപ്രകാരമായിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്ക് മാറിയെങ്കിലും അവർക്ക് ആർക്കും ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഞങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കാറുമുണ്ട്. കാർഷിക മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്? കാർഷിക മേഖലയിൽ ഞങ്ങളുടെ അവിടെ നെൽകൃഷിയും മറ്റേതര തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്. എന്നിരുന്നാലും നെൽകൃഷിയാണ് 2 കൃഷിയായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അതിന് കൃഷി ഭവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിത്ത് എല്ലാ വർഷങ്ങളിലും 2 സമയങ്ങളിലും വിത്ത്, അതിനുള്ള വളം, അവരെ വിളിച്ച് അവർക്ക് അത് വന്നിട്ട് ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് കൃഷി ഓഫീസിൽ തന്നെ മീറ്റിംഗ് കൂടിക്കൊണ്ടാണ് ഇവരെല്ലാം വിളിച്ച് വരുത്തിയിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും അവരത് വാങ്ങിക്കൊണ്ട് പോകുന്നുമുണ്ട്. അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അത് കൃഷി ചെയ്യുന്നുണ്ട്. അതിന് അവരും സംതൃപ്തരാണ്. പിന്നെ വെള്ളം കയറി എന്തെങ്കിലും കൃഷിക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്, അതിന് നഷ്ടം വേണമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഇടപെട്ട് കൃഷി ഓഫീസ് ഇപ്പോൾ ഇതെല്ലാം തന്നതുകൊണ്ട് അവർക്ക് പണം തരാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ എത്രമാത്രം നഷ്ടം സംഭവിച്ചു എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ഒരു സാമ്പത്തിക സഹായം വലിയ രീതിയിലല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതിൽ ഏകദേശം അപ്രോച്ച്മെൻ്റായിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ക്ഷീരോത്പാദനം പശുക്കളെ ഇപ്പം വെറ്ററിനറി ഡോക്ടർ അവിടെ പോത്ത്, ആട്, പന്നി, പശു ഇതൊക്കെ വരുന്ന സമയങ്ങളിൽ ഞങ്ങളെ അറിയിക്കും. ഗ്രാമസഭ കൂടുമ്പോൾ ക്ഷീരവികസനത്തിൻ്റേതായിട്ടുള്ള ഫോം അവർ ഫില്ലപ്പ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വീട്ടുകാരാണ് അതിൽ ദാരിദ്ര്യമോ APL BPL ഒന്നുമില്ലാതെ തന്നെ അവർ വയ്ക്കുന്നവർക്ക് ഇത് ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ ഇവർ പാലിന് വേണ്ടിയിട്ടാണ് പശുവിന് കൃഷി അവിടെയുള്ള സൊസൈറ്റിയുണ്ട്, പാൽ സൊസൈറ്റി. അവിടെ 2 സൊസൈറ്റികളുണ്ട്. ആ സൊസൈറ്റിയിൽ ഉല്ലലെ ഒരു സൊസൈറ്റിയുണ്ട്, കുതവറയിൽ ഒരു സൊസൈറ്റിയുണ്ട്. അവിടെ കൃത്യമായിട്ടും രാവിലെ തന്നെ പാൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ പാലാണ് ആ പ്രദേശത്തുള്ള ആൾക്കാർ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ട് പാലിന് വേണ്ടി പാക്കറ്റ് പാലിന് വേണ്ടി ഓടേണ്ട ഒരവസ്ഥയില്ല. അങ്ങനെ വെറ്ററിനറി സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ട തീറ്റപ്പുൽ കൃഷി ഇൻസെൻറ്റീവ് ഒക്കെ കൊടുത്താണ് ഈ കർഷകരെ ഞങ്ങൾ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട്ടിലേക്ക് 15 കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കുഞ്ഞുങ്ങൾ, പിന്നെ പോത്തുകുട്ടി, ആട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പശുവും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വയോജനങ്ങൾക്ക് മറ്റേ കട്ടിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠനോപകരണം എന്ന രീതിയിൽ ഡെസ്കും കസേരയും പുസ്തകങ്ങളും ഇതൊക്കെയാണ് എല്ലാ മേഖലകളിലുമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന, വിദ്യാഭ്യാസ മേഖലകളിലും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ മാലിന്യമുക്തമായിട്ട് നിങ്ങളുടെ ഗ്രാമം സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം മുൻകരുതലുകളാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? മാലിന്യമുക്തമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രത്യേകിച്ച് A1 ആയിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന സർക്കാരിൻ്റെ ഒരു ഓർഡർ വന്ന അനുസരിച്ച് ഞങ്ങൾ 18-20 ഒരു മീറ്റിംഗ് മന്ത്രിയുടെ ആദേശം അനുസരിച്ച് ഞങ്ങൾ വിളിച്ചുകൂട്ടി. കൃഷി ഇവരുടെ ഹെൽത്തുകാരും എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് ആ മീറ്റിംഗ് ശിവരഞ്ജിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂടി വളരെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ് എല്ലാവരും വാർഡ് അടിസ്ഥാനത്തിൽ ഓരോ മെമ്പർമാരും ഇടപെട്ടുകൊണ്ട് ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ മാലിന്യം അവിടെ പ്ലാസ്റ്റിക്കുകളൊന്നും ഇപ്പോൾ ഇല്ല. വീടുകളിൽ തോറും കോർഡിനേറ്റ് ചെയ്ത് അവരെടുത്തുകൊണ്ട് വന്ന് അത് നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. ക്ലോറിനേഷൻ നടത്തുന്നുണ്ട്. വീടുകളിൽ ഇപ്പം വെള്ളം കെട്ടി നിൽക്കാതെ മറ്റ് കൊതുകുകളോ മറ്റൊന്നും ഉണ്ടാകാതെ ദോഷകരമായ രീതിയിലൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി നീരൊഴുക്ക് വളരെ സുഗമമാക്കി വിട്ടിട്ടുണ്ട്. കായലുകളും തോടുകളും ഉള്ള എൻ്റെ വാർഡിൽ 11ാം വാർഡിലും വേറെ അമ്പാനപ്പള്ളി ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ തോടുകൾ എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അനിൽ എന്നൊരു കോൺട്രാക്ടറോട് ഞങ്ങൾ ടെൻഡർ വെച്ച് അയാളെ വിളിച്ച് അതെല്ലാം ചെളി കോരി കയറ്റി ഇനി കുറച്ച് 2 സൈഡിലും കല്ല് കെട്ടി കൊടുക്കേണ്ട ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. പിന്നീട് പിന്നെ നാട്ടിലെ ചില ദാരിദ്ര്യങ്ങൾ ഇപ്പം കുട്ടികളെല്ലാം ഇപ്പം സ്കൂൾ തുറക്കാൻ തുടങ്ങുന്നു. സ്കൂളുകളുടെയും എല്ലാവിധമായ ശുചിത്വവും സ്കൂളിൻ്റെ ഇപ്പം പുത്തൻപാലം സ്കൂള് 4-5 സ്കൂളുകളുണ്ട് ഞങ്ങളുടെ തലയാഴം പഞ്ചായത്തിൽ. LP സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളായിട്ടുള്ള സ്കൂളുകൾ. ആ സ്കൂളുകൾക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അവിടെ ശുചിത്വം എല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂം
ഇത് ബാത്റൂം എന്ന് പറഞ്ഞാൽ അവർക്ക് കക്കൂസുകളും എല്ലാം വളരെ ശുചിത്വമായിട്ടെല്ലാം പുതിയത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. സ്കൂളിൻ്റെ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം പുല്ലും എല്ലാം വെട്ടിമാറ്റി സ്കൂളിൻ്റെ പ്രവേശനോത്സവത്തിന് വേണ്ടി എല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ നിങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ആരോഗ്യ മേഖല ശരിയാണ്. ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ PHC പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഞങ്ങൾക്കുള്ള ആശുപത്രികളിൽ അതിൻ്റേതായിട്ടുള്ള ബിൽഡിങ്ങുകളും വെള്ള ടാങ്കുകൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ പുതിയ ബാത്റൂം സൗകര്യം വേണം. അവർക്ക് പേഷ്യൻ്റ് വരുവാണെങ്കിൽ അവർ നടന്നു പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം ഞങ്ങൾ കുഴിയിട്ട് പൊക്കി അതിൻ്റെ അവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. മഴവെള്ളം വന്ന് കെട്ടി നിൽക്കുന്നതുകൊണ്ട് അത് ഒഴുകിപ്പോകാനുള്ള സംവിധാനം, തോട്ടിലേക്ക് ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ട് ഇതൊക്കെ പഞ്ചായത്ത് ഇത്രമാത്രമൊക്കെ പണം മുടക്കിയാണെങ്കിലും അത് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും വന്നിട്ട് അവിടുത്തെ ഡോക്ടറും പഞ്ചായത്ത് പ്രസിഡൻറ്റുമാണ് അതിൻ്റെ ചെക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ട വ്യക്തികൾ. 1,00,000 രൂപ അതിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആരോഗ്യ മേഖലയിൽ പാലിയേറ്റീവ് കെയറിനും എല്ലാം ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും അത് കൃത്യമായിട്ട് പാലിയേറ്റീവ് കെയറിൻ്റെ നല്ല ശ്രദ്ധയാണ് കിട്ടുന്നത്. വയ്യാത്ത സ്ത്രീകൾ വീട്ടിൽ കിടക്കുന്നവർക്കും അവർക്ക് വേണ്ട ഓക്സിജൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അവർക്ക് വേണ്ട ചില സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ കിടപ്പ് രോഗികളെ വീട്ടിൽ പോയി നോക്കുന്ന ഒരാളാണ് പാലിയേറ്റീവ് കെയറിലെ ഒരു കുട്ടിയുള്ളത്. അവർക്കും പൈസ നമ്മൾ പഞ്ചായത്തിൽ നിന്നാണ് 10,000 രൂപ ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള ഏത് വാർഡിലുണ്ടെങ്കിലും അവരുടെ വീട്ടിൽ പോയി അവർ കൃത്യമായിട്ടും അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള ഡോക്ടറാണെങ്കിലും അവിടെയുള്ള മറ്റ് പുരുഷന്മാരായിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതിൻ്റേതായിട്ടുള്ള ഹെൽത്തിൻ്റെ കാര്യം നോക്കുന്നു. അവരൊക്കെ കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞങ്ങളോട് വന്ന് റിപ്പോർട്ടും ചെയ്യാറുണ്ട്. പിന്നെ പരിസരത്ത് ബ്ലീച്ചിങ് പൗഡർ ഇതൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ 250 പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ ഇപ്പോൾ പഞ്ചായത്തിലേക്ക് സപ്ലൈ ചെയ്തിരിക്കുകയാണ്. അത് ഓരോരുത്തർക്കും അത് കൊടുക്കാനും അത് ശുചിത്വം ചെയ്യാനുള്ളവരെയും വിളിച്ച് ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം ഭാവി പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? പഞ്ചായത്തിൻ്റെ വികസനം ഞങ്ങൾ ഒത്തിരി ഉദ്ദേശിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ വാർഡ് തലങ്ങളിലുള്ള റോഡുകൾ അതെല്ലാം ഇപ്പം ടാറിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് റോഡുകളും കൂടെ ഉണ്ട്. അത് ചില പ്രദേശങ്ങളിൽ അത് വെള്ളക്കെട്ട് മഴയുള്ളത് കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള സാമ്പത്തികം നമ്മൾക്ക് പഞ്ചായത്ത് വഴി കിട്ടിയെങ്കിൽ മാത്രമേ മെമ്പർ എന്ന രീതിയിൽ എനിക്കതേപ്പറ്റി സംസാരിക്കാൻ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഞങ്ങളുടെ ആ വാർഡുകളിലുള്ള വികസനം എല്ലാം മരങ്ങൾ പോലും റോഡ് സൈഡുകളിലുള്ളത് മഴയ്ക്ക് മുമ്പ് തന്നെ എല്ലാം വെട്ടിമാറ്റാനും ഒക്കെ സാധിച്ചു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.